എല്ലാവർക്കും വൈസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വെച്ചാൽ സർഫസ് ഏരിയ ആൻഡ് വോളിയം ഓഫ് ക്യൂബോയിഡ്, ക്യൂബ്, സിലിണ്ടർ, കോൺ, സ്ഫിയർ ആൻഡ് ഹെമിസ്ഫിയർ. രണ്ടത്തിന് നമുക്ക് സർഫസ് ഏരിയയും വോളിയം കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കാം, അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ക്യൂബോയിഡ് എടുക്കുന്നു. ഫസ്റ്റ് നമ്മൾ ക്യൂബോയിഡിൻ്റെ സർഫസ് ഏരിയയും വോളിയം. എങ്ങനെയാണ് ഒരു ക്യൂബോയിഡ് വരയ്ക്കുന്നത്? ഒരു ക്യൂബോയിഡ്, ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കാണുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഓരോ സൈഡിലെയും ഏരിയ കണ്ടിട്ട് അത് എല്ലാം കൂടെ ആഡ് ചെയ്യുന്നതാണ് ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതൊരു ബെഡ്റൂം ആണെന്ന് വിചാരിക്കുക. ഒരു ബെഡ്റൂം എടുക്കുന്നു. ബെഡ്റൂം അതിൻ്റെ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു ബെഡ്റൂം എടുക്കുന്നു. അപ്പം അതിന് എത്ര സൈഡുണ്ട്? 6 സൈഡുണ്ടല്ലേ. ഇതെന്ന് പറയുന്നൊരു 1, 2, 3, 4. പിന്നെന്തുണ്ട്? മുകൾ ഭാഗമുണ്ട്, അടിഭാഗമുണ്ട്. അപ്പം മുകൾ ഭാഗം 5, അടിഭാഗത്തിന് 6 എന്ന് കൊടുത്തു. അപ്പോൾ എത്ര ഫേസ് ഉണ്ട്? 6 ഫേസ് ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ ക്യൂബോയിഡിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കാണുമ്പോൾ നമ്മളിവിടെ ഓരോന്നിനും ഒരു പേര് കൊടുക്കുന്നു. എ ബി സി ഡി, ഇവിടെ ഇ എഫ് ജി എച്ച് ഇങ്ങനൊരു പേര് കൊടുത്തു. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും ഏരിയ കാണണം. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ക്യൂബോയിഡ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്യൂബോയിഡ് ഈക്വൽ ടു, ഇത് ചെയ്യണം, ആദ്യം ഇതിൻ്റെ ഏരിയ കാണണം. ഏരിയ ഓഫ് എ ഡി ഇ എഫ്, ഏരിയ ഓഫ് എ ഡി ഇ എഫ് എന്ന് പറയുന്നത് തരും അല്ലേ. ഏരിയ ഓഫ് എ ഡി ഇ എഫ് പ്ലസ് ഏരിയ ഓഫ് എന്താണ്? ഡി സി എഫ് എച്ച് പ്ലസ് ഏരിയ ഓഫ് ബി സി എച്ച് ജി പ്ലസ് ഏരിയ ഓഫ് ഈ പോർഷൻ എ ബി ഇ ജി. പിന്നെന്തുണ്ട്? അടിഭാഗമുണ്ട്, മുകൾ ഭാഗമുണ്ട് അല്ലേ. പ്ലസ് ഏരിയ ഓഫ് എ ബി സി ഡി പ്ലസ് ഏരിയ ഓഫ് താഴ്ഭാഗം ഇ എഫ് ജി എച്ച്. നമുക്കറിയാം ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണുന്നത് എങ്ങനെയാണ്? നമ്മൾ ബേസ് ഇൻറ്റു ഹൈറ്റ് ആണല്ലേ. ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പം നമ്മൾ ഈ ഭാഗത്തിൻ്റെ എടുക്കുമ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? ലെങ്ത്, ഇത് ബ്രെഡ്ത്ത്, ഇത് ഹൈറ്റ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് ലെങ്താണ്, ഇത് ലെങ്ത്, ഇതെന്ന് പറയുന്നത് ബ്രെഡ്ത്ത്, മുകളിലോട്ടുള്ളത് ഹൈറ്റ്. നമ്മൾ ഈ ഏരിയ ഓഫ് എ ഡി ഇ എഫ് നോക്കുകയാണെങ്കിൽ ഏരിയ ഓഫ് എ ഡി ഇ എഫ് എന്ന് പറയുന്നത് എന്താണ്? എൽ ഇൻറ്റു എച്ച്. ഏരിയ ഓഫ് എ ഡി എഫ് എന്ന് പറയുന്നത് ബേസ് ഇൻറ്റു ഹൈറ്റ്, അപ്പോൾ എൽ എച്ച് എന്ന് കിട്ടും. ഏരിയ ഓഫ് ഡി സി എച്ച് എഫ് എന്ന് പറയുന്നത് ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് കിട്ടും? ബി എച്ച്. ഇവിടെ ബി ആണല്ലേ, ബി ഇൻറ്റു എച്ച് പ്ലസ് ഏരിയ ഓഫ് ബി സി എച്ച് എഫ് എന്ന് പറയുന്നത് ഇവിടെ എൽ എച്ച് പ്ലസ് ഏരിയ ഓഫ് എ ബി ഇ ജി എന്ന് പറയുന്നത് ബി എച്ച് പ്ലസ് മുകളിലത്തെ എന്താണ്?
ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് എൽ ബി ആണ് അല്ലേ. ഏരിയ ഓഫ് എ ബി സി ഡി എന്ന് പറയുന്നത് എൽ ഇൻറ്റു ബി പ്ലസ് ഏരിയ ഓഫ് ഇ എഫ് ജി എച്ച് അതും എൽ ഇൻറ്റു ബി. ഇവിടെ നോക്കേ, എൽ എച്ച് എന്ന് പറയുന്നത് 2 തവണയുണ്ട്, ബി എച്ച് 2 തവണയുണ്ട്, എൽ ബിയും 2 തവണയുണ്ട്. അപ്പം 2 ഇൻറ്റു എൽ എച്ച് പ്ലസ് ബി എച്ച് പ്ലസ് എൽ ബി. ഇപ്പോൾ ഏരിയ ഓഫ് ക്യൂബോയിഡ് എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ഓഫ്, ഞാൻ എഴുതിയതൊന്നും ഞാൻ എഴുതുന്നത് കാണാൻ വയ്യല്ലേ. അപ്പോൾ ഏരിയ ഓഫ് എ ഡി എഫ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് എ ഡി ഇ എഫ് എന്ന് പറയുന്നത് എൽ എച്ച് പ്ലസ് ബി എച്ച് പ്ലസ് എൽ എച്ച് പ്ലസ് ബി എച്ച് പ്ലസ് ഏരിയ ഓഫ് എ ബി സി എന്ന് പറയുന്നത് എൽ ബി, ഏരിയ ഓഫ് ഇ എഫ് ജി എച്ച് എന്ന് പറയുന്നത് എൽ ബി ഈക്വൽ ടു 2 ഇൻറ്റു എൽ എച്ച് പ്ലസ് ബി എച്ച് പ്ലസ് എൽ ബി. അപ്പോൾ ഏരിയ ഓഫ് എ ക്യൂബോയിഡ് എന്ന് പറയുന്നത് നേടി 2 ഇൻറ്റു എൽ ബി പ്ലസ് എൽ എച്ച് പ്ലസ് ബി എച്ച്. നമ്മളങ്ങനെയല്ലേ, ആ ഒരു ഓർഡറിലല്ലേ പഠിച്ചു വെച്ചേക്കുന്നത്. ഏരിയ ഓഫ് ക്യൂബോയിഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? 2 ഇൻറ്റു എൽ ബി പ്ലസ് എൽ എച്ച് പ്ലസ് ബി എച്ച്. അതുപോലെ ഇതിൻ്റെ വോളിയം എങ്ങനെയാണ് കാണുന്നത്? വോളിയം എന്ന് പറയുന്നത് വോളിയം ഈക്വൽ ടു എങ്ങനെയാണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ലെങ്ത് ഇത്, ബ്രെഡ്ത്ത് ബി, ഹൈറ്റ് എച്ച്. അപ്പോൾ എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ് ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ഏരിയ ഓഫ് എ ക്യൂബോയിഡ് എന്ന് പറയുന്നത് 2 ഇൻറ്റു എൽ ബി പ്ലസ് ബി എച്ച് പ്ലസ് എൽ എച്ചും വോളിയം എന്ന് പറയുന്നത് എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ചും ആണ്. ഇതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. നെക്സ്റ്റ് നമുക്ക് ക്യൂബ് നോക്കാം. നെക്സ്റ്റ് ക്യൂബ് ആകുമ്പോൾ എങ്ങനെ വരും? ഇപ്പോൾ റെക്റ്റാങ്കിളൊക്കെ ആയി. ക്യൂബ് എന്ന് പറയുമ്പോൾ എല്ലാ സൈഡും എന്ത് വരും? സ്ക്വയർ ആണ് അല്ലേ. എല്ലാ സൈഡിലും സ്ക്വയർ ആണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ നമുക്ക് പേടി അപ്പം ഏരിയ സ്ക്വയറിൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാ സൈഡും എന്തായിരിക്കും? തുല്യമായിരിക്കും. സൈഡെല്ലാം തുല്യമായിരിക്കും. അപ്പോൾ എല്ലായിടും എന്തായിരിക്കും? എ ആയിരിക്കും അല്ലേ. നമ്മൾ എ എന്നെടുക്കുന്നു. അപ്പോൾ എല്ലാ സൈഡും എ ആണ്. ഇവിടെ എന്ന് വെച്ചാൽ എത്ര ഫേസസ് ഉണ്ട്? 6 ഫേസസ് ഉണ്ട്. അപ്പോൾ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ലാറ്ററൽ സർഫസ് ഏരിയ അല്ലെങ്കിൽ കർവ്ഡ് സർഫസ് ഏരിയ. ലാറ്ററൽ സർഫസ് ഏരിയ or curved surface area. ലാറ്ററൽ സർഫസ് ഏരിയ അല്ലെങ്കിൽ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അടിഭാഗവും മുകൾ ഭാഗവും എടുക്കത്തില്ല, മറ്റ് 4 സൈഡ്. അപ്പം 4 ഇൻറ്റു ഒരു സൈഡിൻ്റെ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? സ്ക്വയറിൻ്റെ ഒരു സൈഡിൻ്റെ ഏരിയ കാണുന്നത് എ ഇൻറ്റു എ സ്ക്വയർ എന്നാണ് അല്ലേ. അപ്പം 4 സൈഡ് വരുമ്പം 4 ഇൻറ്റു എ സ്ക്വയർ, 4 A സ്ക്വയർ എന്ന് വരും. അതുപോലെ തന്നെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്, ടോട്ടൽ സർഫസ് ഏരിയ എത്ര എണ്ണം ഉണ്ട്? എത്ര ഫേസ് ഉണ്ട്? 6 ഫേസ് ഉണ്ട് അല്ലേ. അപ്പം 6 ഇൻറ്റു എ സ്ക്വയർ ഈക്വൽ ടു 6 A സ്ക്വയർ എന്ന് വരും. അതുപോലെ തന്നെ ക്യൂബിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്താണ്? വോളിയം ഈക്വൽ ടു ഇവിടെ എത്രയാണ്? എ ആണ്. ഇവിടെയും എ ആണ്. ലെങ്തും എത്രയാണ്? എ തന്നെയാണ്. അപ്പോൾ വോളിയം എന്ന് പറയുന്നത് എ ഇൻറ്റു എ ഈക്വൽ ടു എ ക്യൂബ് എന്ന് വരും. അപ്പോൾ ക്യൂബിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 6 A സ്ക്വയർ ആണ്. അതുപോലെ തന്നെ വോളിയം എന്ന് പറയുന്നത് എ ക്യൂബാണ്. ലാറ്ററൽ സർഫസ് ഏരിയ അല്ലെങ്കിൽ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4 A സ്ക്വയർ ആണ്. നെക്സ്റ്റ് സിലിണ്ടർ. സിലിണ്ടർ എങ്ങനെയാണ്?
സിലിണ്ടർ. ഏരിയ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഈ രണ്ട് പോർഷൻ്റെയും ഈ രണ്ട് ഭാഗത്തിൻ്റെയും ഏരിയ കാണണം, അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തിൻ്റെയും ഏരിയ കാണണം അല്ലേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് സർക്കിളാണ്, രണ്ട് സൈഡും സർക്കിളാണ്. സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? πr² ആണ്. അപ്പോൾ ഇവിടെ ഒരു πr² വരും, ഇവിടുത്തെ ഏരിയ എന്താണ്? πr². അപ്പോൾ മൊത്തം πr² + πr² 2πr² വരും. പിന്നെ വെച്ചാൽ ഈ ഒരു ഭാഗം എന്ന് വെച്ചാൽ ഏത് ഷേപ്പാണ്? സ്ക്വയർ അല്ല, സോറി, റെക്റ്റാങ്കിൾ ഷേപ്പാണ് അല്ലേ. നമ്മളൊരു പേപ്പർ എടുത്ത് ഇങ്ങനെ ഈ ഒരു സ്ഫിയറിൻ്റെ ഷേപ്പിലാക്കുന്ന, അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കി, ആ പേപ്പറിനെ നമ്മൾ നൂത്തെടുക്കുമ്പോൾ നമുക്ക് ഏത് ഷേപ്പാണ് കിട്ടുന്നത്? ഒരു റെക്റ്റാങ്കിൾ ഷേപ്പാണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ കാണണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു ഹോളായിട്ട് ഈ ഭാഗത്തിൻ്റെയും ഈ രണ്ട് ഭാഗത്തിൻ്റെയും ഏരിയ കാണണം, അതുപോലെ തന്നെ ഈ ഒരു ഷേപ്പിൻ്റെയും ഏരിയ കാണണം. ഇതിൻ്റെ ഏരിയ എന്ന് വെച്ചാൽ πr² ആണ്, ഇവിടെയും πr² ആണ്. πr² + πr² എന്ന് പറഞ്ഞാൽ 2πr² എന്ന് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണണം. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്, അല്ല, കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത്, കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ഈ ഒരു ഷേപ്പ് മാത്രമാണ് കർവ്ഡ് സർഫസ് ഏരിയ ഓർ ലാറ്ററൽ സർഫസ് ഏരിയ. എന്ന് പറയുന്നത് ഏരിയ ഓഫ് എ റെക്റ്റാങ്കുലർ ഷീറ്റ് ആണ്. ഏരിയ ഓഫ് എ റെക്റ്റാങ്കുലർ ഷീറ്റ്. ഏരിയ ഓഫ് എ റെക്റ്റാങ്കുലർ ഷീറ്റ് എന്ന് പറയുന്നത് L/H, ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? L എന്ന് പറയുന്നത് 2πr ആണ്. ലെങ്ത് എന്ന് പറയുന്നത് 2πr ആണ് ഇൻറ്റു H. 2πRH എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എന്ത് കിട്ടും? ടോട്ടൽ സർഫസ് ഏരിയ ഈക്വൽ ടു ഇവിടുത്തെ πr² + πr² 2πr² + 2πRH ഈക്വൽ ടു 2πr. ഇങ്ങനെ കോമൺ ആയിട്ട് എടുക്കാം, 2πr ഇൻറ്റു r + h എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത് വോളിയം ഈക്വൽ ടു എന്താണ്? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ബേസ് ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? ഇതിൻ്റെ ബേസ് ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. πr² ഇൻറ്റു h. ഇപ്പോൾ സിലിണ്ടറിൻ്റെ വോളിയം നമുക്ക് πr² h എന്ന് കിട്ടും. സിലിണ്ടറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2πr ഇൻറ്റു r + h ആണ്. അതുപോലെ തന്നെ വോളിയം എന്ന് പറയുന്നത് πr² h ആണ്. നെക്സ്റ്റ് കോൺ. ഇതൊരു സ്ഫിയർ ആണല്ലോ, ഇതൊരു സ്ഫിയർ ആണ്. ഈ സ്ഫിയറിൻ്റെ 1/3 ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? ഈ സ്ഫിയറിൻ്റെ 1/3 വരുന്ന ഭാഗമാണ് നമ്മുടെ കോണെന്ന് പറയുന്നത്. അപ്പോൾ കോണിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ സ്ഫിയറിൻ്റെ 1/3 ഭാഗമാണ് കോണെന്ന് പറയുന്നത്. ഇതിൻ്റെ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്, ലാറ്ററൽ സർഫസ് ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ഇത് 6 റേഡിയസ് ആണ്. ഇതെന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഹൈറ്റ്. ഈ ഒരു കോണിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതെന്താണ്? ഇതെന്ന് പറയുന്നത് ഇതെന്ന് വെച്ചാൽ സ്ലാൻഡ് ഹൈറ്റ് ആണ്. സ്ലാൻഡ് ഹൈറ്റിനെ നമ്മൾ സൂചിപ്പിക്കുന്ന L എന്ന അക്ഷരം കൊണ്ടാണ്. ഇപ്പോൾ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് lateral surface area. സർഫസ് ഏരിയ πr L, πr ഇൻറ്റു L ആണ്.
ഇതിന് ബേസ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? പൈ ആർ സ്ക്വയർ. ബേസ് സർഫസ് ഏരിയ പൈ ആർ സ്ക്വയർ. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നതോ ലാറ്ററൽ സർഫസ് ഏരിയയും ബേസ് സർഫസ് ഏരിയയും കൂടെ ആഡ് ചെയ്യണം. ടോട്ടൽ സർഫസ് ഏരിയ ഈക്വൽ ടു പൈ ആർ എൽ പ്ലസ് പൈ ആർ സ്ക്വയർ ഈക്വൽ ടു പൈ ആർ കോമൺ ആയിട്ട് എടുക്കാം, പിന്നെ എൽ പ്ലസ് ആർ, പൈ ആർ ഇൻറ്റു എൽ പ്ലസ് ആർ. ഇതിൻ്റെ വോളിയം ഈക്വൽ ടു 1/3 ഇൻറ്റു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ഈക്വൽ ടു 1/3 ഇൻറ്റു ബേസ് ഏരിയ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച് ഈക്വൽ ടു 1/3 പൈ ആർ സ്ക്വയർ എച്ച് എന്ന് കിട്ടും. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള സ്ഫിയർ ആണ്. സ്ഫിയർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? സ്ഫിയറും സർക്കിളും ഒന്നാണോ? അല്ല, സ്ഫിയറും സർക്കിളും എന്ന് പറയുന്നത് ഒന്നല്ല. സ്ഫിയർ എന്ന് പറയുന്ന ഒരു 3D ഓബ്ജക്റ്റ് ആണ് സ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഈക്വൽ ടു lateral surface area of a cylinder ആണ്. lateral surface area of cylinder. സ്ഫിയറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് lateral surface area of cylinder ആണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊരു സിലിണ്ടർ, ഇതിനകത്ത് നമ്മളൊരു സ്ഫിയർ വെച്ചിരുന്നു. ഇതിങ്ങനെയല്ല വരുന്ന, ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെയല്ല, വരച്ചപ്പോൾ ഇങ്ങനെ ആയിപ്പോയതാണ്. ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടി വരയ്ക്കുക. ഇതെന്ന് പറയുന്നത് റേഡിയസ് 6, ഇത് 6. നമ്മളിത് ഇവിടെ ഇങ്ങനെ വെക്കുമ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് r + r 2r വരും അല്ല. അപ്പോൾ ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നത് എത്രയാണ്? 2πrh ആണ്. ഇവിടെ എച്ചിൻ്റെ സ്ഥാനത്ത് എന്താണ്? 2r ആണ്. 2πr ഇൻറ്റു 2r ഈക്വൽ ടു 4πr². അപ്പോൾ സ്ഫിയറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4πr² ആണ്. വോളിയം ഈക്വൽ ടു 1/3 ഇൻറ്റു 4πr² ഇൻറ്റു r ഈക്വൽ ടു 4/3 πr³. ഇപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4πr², വോളിയം എന്ന് പറയുന്നത് 4/3 πr³. അതുപോലെ തന്നെ ഹെമിസ്ഫിയർ എന്ന് പറയുമ്പോൾ എന്താണ്? സ്ഫിയറിൻ്റെ പകുതിയാണ് ഹെമിസ്ഫിയർ അല്ലേ. നമ്മൾ ഹെമിസ്ഫിയർ എടുക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും? ഇതിനെ സ്ഫിയറിനെ രണ്ടായിട്ട് മുറിക്കുമ്പോൾ ഒരു ഭാഗം നമ്മൾ തണ്ണിമത്തൻ രണ്ടായിട്ട് കട്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു ഭാഗം എങ്ങനെ ഇട്ട് ഇങ്ങനെ ഇട്ട്, ഇതാണ് ഹെമിസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹെമിസ്ഫിയറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്തായിരിക്കും? സ്ഫിയറിൻ്റെ പകുതിയല്ലേ ഹെമിസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ എന്ന് പറയുന്നത് സ്ഫിയറിൻ്റെ പകുതിയാണോ? അല്ല. ഇവിടെ എന്ന് പറയുന്നത് ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഈക്വൽ ടു ബേസ് ഏരിയ പ്ലസ് കർവ്ഡ് സർഫസ് ഏരിയ. ബേസ് ഏരിയ പ്ലസ് കർവ്ഡ് സർഫസ് ഏരിയ ആണ്. ഇവിടെ ബേസ് ഏരിയ എന്ന് പറയുന്നത് πr². ഇതാണ് ബേസ് ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? ഈ ഒരു ഇതും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. πr² പ്ലസ് കർവ്ഡ് സർഫസ് ഏരിയ 2πr². മൊത്തം എന്ത് വരും? 3πr² വരും. അപ്പോൾ ഹെമിസ്ഫിയറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2πr² അല്ല, എന്താണ്? 3πr² ആണ്. അതുപോലെ ഹോളോ ഹെമിസ്ഫിയറിൻ്റെ, ഇവിടെ ഹോളോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഹോളോ ഹെമിസ്ഫിയറിൻ്റെ എന്താണ്? 2πr² ആണ്. അല്ലാതെ ഹെമിസ്ഫിയറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ ചോദിക്കുകയാണെങ്കിൽ 3πr² ആണ് അതിൻ്റെ ഇക്വേഷൻ. വോളിയം എന്താണ്? വോളിയം ഇതിൻ്റെ പകുതിയാണ്, സ്ഫിയറിൻ്റെ പകുതിയാണ്. ഹെമിസ്ഫിയറിൻ്റെ വോളിയം എന്ന് പറയുന്നത് 2/3 πr², πr³
അപ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാം ഇക്വേഷൻ നല്ല വൃത്തിയായിട്ട് പഠിക്കുക. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാം. നമുക്ക് ഇക്വേഷൻസ് എല്ലാം ഒന്ന് നോക്കാം. ക്യൂബോയിഡിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2 × LB + BH + LH വോളിയം LBH. ക്യൂബിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ 6a² വോളിയം a³. സിലിണ്ടറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2πr × r+h വോളിയം πr²h. കോണിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് πr × l+r വോളിയം 1/3 πr²h. സ്ഫിയറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ 4πr² വോളിയം എന്ന് പറയുന്നത് 4/3 πr³. ഹെമിസ്ഫിയറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 3πr² വോളിയം 2/3 πr³. നിങ്ങൾ ഇത്ര ഇക്വേഷൻസ് എല്ലാം നന്നായിട്ട് പഠിച്ചു വെക്കണം. നമുക്ക് പ്രോബ്ലം ചെയ്യാനത് ആവശ്യമാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫൈൻഡ് ദി വാല്യൂ ഓഫ് കൊസീക് -1410 എന്ന് പറയുന്നത് ഒരു ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. കൊസീക് -1410 നമുക്ക് മൈനസ് ഓഫ് കൊസീക് 1410 എന്ന് എഴുതാം. എന്നുവെച്ചാൽ കൊസീക് മൈനസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കൊസീക് മൈനസ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് കൊസീക് എക്സ് ആണ്. അതുപോലെ തന്നെ സൈൻ മൈനസ് ഓഫ് എക്സ് എന്താണ്? സൈൻ മൈനസ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. നമുക്ക് മൈനസ് കൊസീക് 1410 എന്ന് എഴുതാം. പിന്നെ നമുക്ക് റേഡിയൻ്റെയൊക്കെ മാറ്റുമ്പോൾ മൈനസ് കൊസീക് 1410 × π/180 എന്ന് എഴുതും അല്ലേ. ഇവിടെ 0 ഉം 0 ഉം ക്യാൻസലായി പോവും. ബാക്കി എന്ന് വെച്ചാൽ ഇതിന് 3 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് മൈനസ് കൊസീക് 47 / 6 × π എന്ന് കിട്ടും. 47 / 6 7 × 6 42 റിമൈൻഡർ 5 എന്ന് കിട്ടും. ഇനി നമുക്ക് മൈനസ് കൊസീക് ഇങ്ങനെ എഴുതാം അല്ലേ. നമുക്കിതിന് 7 + 5/6 എന്ന് എഴുതാം. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? 8 - 1/6 എന്ന് എഴുതാം. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ കൊസീക്കിൻ്റെ ഈവൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പം അതങ്ങ് എലിമിനേറ്റ് ആയിപ്പോവും. നമ്മുടെ ആൻസറിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഭാഗം അങ്ങ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഈവൻ ഫംഗ്ഷനാക്കി മാറ്റുന്നത്. അപ്പോൾ 8 എന്ന് പറയുന്നൊരു ഈവൻ ഫംഗ്ഷനില്ല. അപ്പോൾ 8 - 1/6 എന്നുള്ള രൂപത്തിൽ ഇതിനെ എഴുതുന്നു. നമുക്കിപ്പോൾ ഇതിനെ 3 × 5/2 എന്നായിരുന്നെങ്കിലും 3 × 2/5 എന്നുള്ളതിനെ നമുക്ക് 3 + 2/5 എന്ന് എഴുതാം. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? 3യുടെ കൂടെ ഒന്നും കൂടി നമ്മൾ കൂട്ടുന്നു. 4 മൈനസ് ഇവിടെ അംശം എന്ന് പറയുന്നത് എപ്പോഴും 1 വരും. ഛേദം അതുപോലെ തന്നെ 4 - 1/5 ഈ രൂപത്തിൽ എഴുതാം. നമ്മുടെ 7 + 5/6 അല്ലെങ്കിൽ 8 - 1/6 എന്ന് എഴുതാം. നമ്മളിതിനെ ഒരു ഈവൻ ഫംഗ്ഷൻ ആയിട്ട് എഴുതുന്നു. മൈനസ് കൊസീക്ക് 8 - 1/6 × π ഈക്വൽ ടു മൈനസ് കൊസീക്ക് 8π - π/6. 8π എലിമിനേറ്റ് ചെയ്തു പോകും. വെച്ചാൽ മൈനസ് കൊസീക്ക് -π/6. കൊസീക്ക് -x എന്താണ്? മൈനസ് കൊസീക്ക് എക്സ് ആണ് അല്ലേ. മൈനസ് ഓഫ് മൈനസ് കൊസീക്ക് π/6. മൈനസും മൈനസും പ്ലസ് ആവും. ഈക്വൽ ടു കൊസീക്ക് π/6. കൊസീക്ക് π/6 എന്ന് പറയുന്നത് കൊസീക്ക് 180. പൈയുടെ വാല്യൂ 180. 180 / 6 എന്ന് പറയുന്നത് കൊസീക്ക് 30° എന്ന് വരും. ഈക്വൽ ടു കൊസീക്ക് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 1/sin x ആണ് അല്ലേ. 1/sin 30° എന്ന് വരും. 1/1/2. sin 30 1/2. 1/1/2 എന്ന് വരും. കാണാൻ വയ്യ അല്ലേ. കൊസീക്ക് 30° ഈക്വൽ ടു 1/sin 30° ഈക്വൽ ടു 1/1/2. 1/1/2 എന്ന് പറയുന്നത് 2. അപ്പം നമുക്ക് കൊസീക്ക് -1410 ഈക്വൽ ടു 2 എന്നുള്ള ആൻസർ എടുക്കാൻ പറ്റും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
ഓക്കെ, താങ്ക് യു.